കണ്ണൂർ തളിപ്പറമ്പിൽ ഡ്രൈവിംഗ് സ്കൂൾ ഗ്രൗണ്ടിൽ നിർത്തിയിട്ട സ്കൂട്ടർ മോഷണം പോയി. ഡ്രൈവിംഗ് സ്കൂൾ ഗ്രൗണ്ടിൽ നിർത്തിയിട്ട സ്കൂട്ടർ മോഷണം പോയി. മോഷണത്തിന്റെ CCTV ദൃശ്യം പുറത്തു വന്നിട്ടുണ്ട്. തളിപ്പറമ്പ് പോലീസ് അന്വേഷണം ആരംഭിച്ചു. മോഷ്ടാവിന്റെ ദൃശ്യങ്ങളാണ് കാണുന്നത്. വിവരങ്ങൾ കണ്ണൂരിൽ നിന്ന് അരുൺ പൂപ്പറമ്പ് നൽകും. അരുൺ, ആരാണ് ഈ വിരുദ്ധൻ? എന്തൊക്കെയോ ചെയ്യുന്നുണ്ട് CCTV ദൃശ്യങ്ങളിൽ. CCTV ദൃശ്യങ്ങളിൽ നിന്ന് വ്യക്തമാകുന്നത് എന്താണ്? പോലീസിന് ഈ മോഷ്ടാവിനെ സംബന്ധിച്ച് എന്തെങ്കിലും സൂചന ലഭിച്ചോ? ശ്രീനിത, കണ്ണൂർ തളിപ്പറമ്പിലെ സെയ്ദ് നഗർ പ്രവർത്തിക്കുന്ന മലബാർ ഡ്രൈവിംഗ് സ്കൂൾ, അത് കരിമ്പം സ്വദേശിയായിട്ടുള്ള അമൽ എന്ന യുവാവിന്റെ ഉടമസ്ഥതയിലുള്ള ഡ്രൈവിംഗ് സ്കൂളാണ്. ആ ഡ്രൈവിംഗ് സ്കൂളിൽ വെച്ചാണ് ഈ സ്കൂട്ടർ മോഷണം പോയത്. പുലർച്ചെ സമയത്താണ് മോഷണം നടന്നതെന്നാണ് പോലീസിൽ നിന്ന് നമുക്ക് ലഭിക്കുന്ന വിവരം. CCTV ദൃശ്യങ്ങളിലും അങ്ങനെയാണ് സമയം രേഖപ്പെടുത്തിയിട്ടുള്ളത്. ഈ മോഷ്ടാവിനെ ഇപ്പോൾ തിരിച്ചറിഞ്ഞിട്ടുണ്ടെന്നാണ് പോലീസ് പറയുന്നത്. നടുവിൽ സ്വദേശിയാണ്. ആ മോഷ്ടാവിനെ തിരിച്ചറിഞ്ഞിട്ടുണ്ട്. പക്ഷേ ഇയാൾ ഒളിവിൽ പോയിട്ടാണുള്ളത് എന്നതാണ് പോലീസിൽ നിന്ന് ലഭിക്കുന്ന വിവരം. ആ CCTVയിൽ കൃത്യമായി തന്നെ മോഷണം ഇയാൾ സ്കൂട്ടർ മോഷ്ടിച്ചു കൊണ്ടുപോകുന്നത് പതിഞ്ഞിട്ടുണ്ട്. അതിനിടെ ഈ CCTV തകർക്കാനുള്ള ഒരു ശ്രമവും നടന്നു. പക്ഷേ ആ ദൃശ്യങ്ങൾ കൃത്യമായി വീണ്ടെടുക്കാൻ സാധിച്ചത് ഈ കേസിൽ എന്തായാലും നിർണായകമായിട്ടുണ്ട്. ഈ CCTV ദൃശ്യങ്ങൾ കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണത്തിലാണ് പോലീസ് ഈ മോഷ്ടാവിനെ തിരിച്ചറിഞ്ഞിട്ടുള്ളത്. അതിനുശേഷം നടുവിലെത്തി ഇയാളുടെ വീട്ടിലുൾപ്പെടെ പോലീസ് പരിശോധന നടത്തി. പക്ഷേ ഈ യുവാവ് മോഷ്ടാവ് ഒളിവിൽ പോയിട്ടാണ് ഉള്ളത് എന്നാണ് പോലീസിൽ നിന്ന് എന്തായാലും ലഭിക്കുന്ന വിവരം. ഈ പ്രതിക്കായിട്ടുള്ള അന്വേഷണം തളിപ്പറമ്പ് പോലീസ് ഊർജിതമായി നടത്തുന്നുണ്ട്. എന്തായാലും CCTV ദൃശ്യം ഒരിക്കൽ കൂടി ഈ മോഷ്ടാവിനെ കുടുക്കിയിരിക്കുന്നു എന്നതാണ് തളിപ്പറമ്പിൽ നിന്നും ഈ ഡ്രൈവിംഗ് സ്കൂളിൽ വെച്ച് നടന്ന മോഷണത്തിലും നമുക്ക് കാണാൻ സാധിക്കുന്നത്. ശരി, CCTV ദൃശ്യങ്ങളിൽ എന്തായാലും പ്രതിയുടെ മുഖം കൃത്യമായി പതിഞ്ഞിട്ടുണ്ട്. പോലീസിന്റെ അന്വേഷണം ഊർജിതമാണ്. പ്രതി ഉടൻ പിടിയിലാകുമെന്നാണ് പോലീസ് അറിയിക്കുന്നത്. വിവരങ്ങളാണ് കണ്ണൂരിൽ നിന്ന് അരുൺ പൂപ്പറമ്പ് നൽകിയത്. CCTV ഉണ്ടെന്ന് അറിഞ്ഞപ്പോൾ എനിക്ക് അദ്ദേഹം അതിന്റെ ആ ആംഗിൾ മാറ്റിവെക്കാൻ എന്തോ ഒരു ശ്രമം മുഖം പതിയുകയും ചെയ്തു. അപ്പൊ ഈ ക്യാമറ ഉണ്ടോ ഇല്ലയോ എന്നറിയാൻ ചില ടെസ്റ്റുകളൊക്കെ ചിലപ്പോൾ പറയാറുണ്ടല്ലോ, നമ്മൾ ഈ ട്രയൽ റൂമിലൊക്കെ കയറുമ്പോൾ ക്യാമറ. അപ്പൊ അങ്ങനെ എന്തോ ഒരു ടെസ്റ്റ് നടത്തിയിട്ടാണ് ആളത് കണ്ടുപിടിച്ചത്. അതുകൊണ്ട് നല്ല പക്കായിട്ട് കണ്ടത്. ഉപകാരമായി.